Today we will discuss about the Laplace transform. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കുറച്ച് ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റായിട്ട് പിടിച്ച ഒരു റിസൾട്ട് ഉണ്ട്. റിസൾട്ട് 4 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻ ഫാക്ടോറിയൽ ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആയിരുന്നു. എസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ ഒരു റിമാർക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എ എങ്ങനെ കണ്ടുപിടിക്കും. എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിമാർക്ക് ഇതാണ്: ഇഫ് എ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എ ഈക്വൽ ടു, നമുക്ക് ഡെഫിനേഷൻ വെച്ചിട്ട് ഇതിനെ എഴുതാം. ഡെഫിനേഷൻ വെച്ച് എഴുതി എന്ത് വരും? ഇൻ്റഗ്രൽ 0 to infinity ടി പവർ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം നമ്മൾ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്കിതിനെ മാറ്റിയിടാം. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എച്ച് ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് അല്ലെങ്കിൽ പുട്ടിങ് എസ് ടി ഈക്വൽ ടു എക്സ് കൊടുക്കണം. എസ് ടി എന്ന് പറയുന്നത് ഈ എസ് ടിക്ക് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ എസ് ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് ആയിട്ട് കിട്ടും അല്ലേ? അപ്പം ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി എഴുതാം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടുന്ന് ടി എന്ന് പറയുന്നത് എന്താവും? ഇപ്പം എക്സ് ബൈ എസ് ആവും അല്ലേ? അപ്പോൾ എക്സ് ബൈ എസ് ഓൾ പവർ എ ഇ റേസ് ടു മൈനസ് എക്സ് എസ് ഡി എസ് അല്ലേ? അല്ല, ഡി ടിക്ക് പകരം നമ്മൾ ഡി ടി എന്ന് പറയുന്നതിൽ നിന്ന് എന്ത് കിട്ടും? ഡി എക്സ് ബൈ എസ് കിട്ടും. അപ്പോൾ ഡി എക്സ് ബൈ എസ് ലിമിറ്റ് മാറ്റമൊന്നുമില്ല. ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ടി 0 ആയി കഴിഞ്ഞാൽ എക്സ് 0, ടി ഇൻഫിനിറ്റി ആയാൽ എക്സ് ഇൻഫിനിറ്റി. അതുകൊണ്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. എസിൻ്റെ പവർ ഇവിടെ എ ഉണ്ട്, ഇവിടെ ഒരു 1 കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് കോൺസ്റ്റൻ്റ് ആണല്ലോ, എസിനെ നമുക്ക് പുറത്തെടുക്കാമല്ലോ. 1 ബൈ എസ് പവർ എ പ്ലസ് 1, ഇവിടുത്തെ ഒരു 1 കൂടെ അല്ലേ? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 6 ഡി എക്സ്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് പവർ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സിനെ നമ്മൾ ഗാമ ഓഫ് എ പ്ലസ് 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഈ എ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക: എസ് പവർ എ പ്ലസ് 1 ബൈ എസ് പവർ എ പ്ലസ് 1 ഇൻറ്റു ഗാമ ഓഫ് എ പ്ലസ് 1. ഗാമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിലുണ്ട്. ജസ്റ്റ് അങ്ങനെ ടെക്സ്റ്റിൽ ശരിയായ റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഗാമ ഓഫ് എ പ്ലസ് 1 ഇങ്ങനെ എഴുതും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഗാമ ഓഫ് എ പ്ലസ് 1 കണ്ടാൽ മതി. ഗാമ ഓഫ് എ പ്ലസ് 1 എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാന്ന് അത് നമ്മൾ അധികം പ്രോബ്ലത്തിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിന് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഗാമ ഓഫ് എ പ്ലസ് 1 ബൈ എസ് റേസ് ടു എ പ്ലസ് 1 ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഗാമ ഓഫ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഗാമ ഓഫ് എ പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഗാമ ഓഫ് എ അങ്ങനെ എഴുതാം. എ പ്ലസ് 1ൻ്റെ ഗാമ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഗാമ ഓഫ് എ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എ മൈനസ് 1 ഇൻറ്റു ഗാമ ഓഫ് എ മൈനസ് 1. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ എ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഗാമ ഓഫ് എ പ്ലസ് 1നെ
എ ഫാക്ടോറിയൽ എഴുതാം. എ പ്ലസ് വണ്ണിൻ്റെ ഒന്ന് കുറച്ചിട്ടുള്ള ഫാക്ടോറിയലായിട്ട് നമുക്ക് ഈ ഗാമ ഫംഗ്ഷനെ എഴുതാം. അത് വാല്യൂറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് വരുന്നത് എ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എ പ്ലസ് വൺ. അപ്പോൾ എ ഫാക്ടോറിയൽ തന്നെയാണ് ഇത്. ഗാമ ഓഫ് എ പ്ലസ് വൺ എന്ന് പറയുന്നത് എ ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് ഗാമ ഓഫ് എ പ്ലസ് വൺ തന്നെയാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് ചിലപ്പം പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാം. ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എക്സിൻ്റെ പവർ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്കിങ്ങനെ എ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ റിയൽ നമ്പറിന് ഡെസിമൽ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇൻറ്റിജേഴ്സിനല്ലേ ഫാക്ടോറിയലുള്ളൂ. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഫാക്ടോറിയൽ ആയിട്ട് എഴുതാം. പക്ഷേ ഇതിപ്പോൾ റിയൽ നമ്പർ ആയതുകൊണ്ടാണ് ഗാമ ഓഫ് എ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റിജറിൻ്റെ കേസിലാണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. ഗാമ ഓഫ് എ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഗാമ ഓഫ് എ അങ്ങനെയാണ് പോവുക. അപ്പോൾ റിയൽ നമ്പർ ആവുമ്പോൾ നമുക്ക് ഈ ഒരു ഫാക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്. ഇൻറ്റിജറിൻ്റെ കേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ശരിയാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. റിസൾട്ട് 5. ലാപ്ലേസ് റിസൾട്ട് 5 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ AT. അതെന്ന് പറയുന്നത് 1/s-a ആണ്. 1/s-a ആണ്. എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ AT എന്ന് പറയുന്നത് 1/s-a ആണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാം നമുക്ക്. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇവിടെ f of t എന്ന് പറയുന്നത് എന്താണ്? ഹിയർ f of t ഈക്വൽ ടു ഇ പവർ AT അല്ലേ? For all t greater than or equal to 0. From the definition of Laplace transform and using integration by parts, we have Laplace transform of e power AT equal to integral 0 to infinity e raised to minus st into f of t dt. ഇവിടെ f of t എന്ന് പറയുന്നത് എന്താണ്? integral 0 to infinity e raised to minus st into e raised to at dt വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടും ഇ പവർ ആണ്. അപ്പോൾ നമുക്കത് ഒരുമിച്ചെടുക്കാം. integral 0 to infinity ഇ പവർ ടി എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ? ടി കോമൺ ആയിട്ട് എടുത്തു. പിന്നെ മൈനസ് ഞാൻ എടുത്തിട്ട് എസ് എഴുതി. പിന്നെ എക്ക് മൈനസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു മൈനസും കൂടെ കൊടുത്താൽ പ്ലസ് ആയല്ലോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. മൈനസ് എസ് പ്ലസ് എ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റി എഴുതി. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഇതിപ്പോൾ സിംഗിൾ ഫങ്ഷനായി നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ യൂസ് ചെയ്യേണ്ട. അപ്പം ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ടീൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടീൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും? മൈനസ് എസ് മൈനസ് എ. ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ടിക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ടിക്ക് ആദ്യം നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. അതെന്താ? 0 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൈം തന്നെ 0 ആയിപ്പോയി. മൈനസ് ഇനി 0 കൊടുക്കണം. അപ്പോൾ ഇ റേസ് ടു 0 1 1 മൈനസ് എസ് മൈനസ് എ അല്ലേ? അപ്പോൾ മൈനസ് എന്ന് പറയുന്നത് മൈനസും കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി 1/s മൈനസ് എ ആയി. അതാണല്ലോ നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എയും ആയിരിക്കും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ AT ഈക്വൽ ടു 1/s മൈനസ് എ. ഇനി അടുത്ത റിസൾട്ട് നോക്കാം. നെക്സ്റ്റ് റിസൾട്ട് ഇതാണ്. റിസൾട്ട് 6 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ AT. സൈൻ ATൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം a/s² പ്ലസ് a² ആണ്. അപ്പോൾ ഇവിടെ f of t എന്ന് പറയുന്നത് ഹിയർ f of t ഈക്വൽ ടു സൈൻ AT ആണ് അല്ലേ? f of t ഈക്വൽ ടു സൈൻ AT ഫോർ ഓൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ AT കണ്ടുപിടിക്കാൻ പോവാണ്. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ AT ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ് നമ്മുടെ സൈൻ AT, which is equal to integral 0 to infinity e raised to minus st into sin AT dt.
അപ്പോൾ ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ലിമിറ്റ് കൊടുക്കാതെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിന് ശേഷം ലിമിറ്റ് വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കും. e⁻st ഇൻറ്റു sin at ആദ്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ e⁻st ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് sin at എന്ത് വരും? sin atൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് cos at ബൈ a, ന്റെ ഡെറിവേറ്റീവ് a, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് e⁻st, e⁻st ഇൻറ്റു ന്റെ ഡെറിവേറ്റീവ് മൈനസ് s ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് cos at ബൈ a dt. അപ്പം മൈനസ് ഒക്കെ ക്യാൻസൽ ആക്കാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ആക്കി കളയാം. ബാക്കിയുള്ളത് എന്താ നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/a e⁻st cos at. ഇനി നമുക്ക് ഈ മൈനസും കൂടെ പ്ലസ് ആയി, ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. മൈനസ് കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുക്കുക. എസും എ ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. s/a ഇൻറ്റു ഇൻ്റഗ്രൽ e⁻st cos at dt. ഇനി ഈ ഇൻ്റഗ്രലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/a e⁻st cos at മൈനസ് s/a ഇൻറ്റു ഇതും എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? e⁻st ഇൻറ്റു cos at dt. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ e⁻st ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് cos at sin at ബൈ a മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് s ഇൻറ്റു e⁻st cos at-ൻ്റെ ഇൻ്റഗ്രേഷൻ sin at ബൈ a dt, which is equal to minus 1/a e⁻st cos at minus s/a ഇൻറ്റു ഇവിടുത്തെ ഈ കോൺസ്റ്റൻ്റ് ഒക്കെ വേണമെങ്കിൽ പുറത്തെടുക്കാം കേട്ടോ. ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ എയും കൂടെ ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരും അല്ലേ. ഈ എയും കൂടെ ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ പുറത്തെടുത്തപ്പോൾ s/a² e⁻st sin at മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആക്കാമല്ലോ അല്ലേ. അപ്പം എസും കൂടെ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ e⁻st ഇൻറ്റു sin at dt. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്തായി മാറി? ഇങ്ങനെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് വാല്യൂസ് കിട്ടും. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് 1/a ഇൻറ്റു e⁻st cos at മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ് s/a² ഇൻറ്റു e⁻ st sin at. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് s²/a² ഇൻ്റഗ്രൽ e⁻st ഇൻറ്റു sin at dt. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഇൻ്റഗ്രൽ e⁻st sin at dt എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇനി വാല്യൂറ്റ് ചെയ്യുന്ന നമുക്ക് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ നോക്കി ഇതേ വാല്യൂ തന്നെയല്ലേ ഇവിടെ ഉള്ളത്, ഇൻ്റഗ്രൽ e⁻st sin at dt. അപ്പോൾ ഈ പോർഷനെ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. ഈ ഇക്വേഷനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാമല്ലോ അല്ല. ഇവിടെ മൈനസ് ആണ്, അവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പ്രാവശ്യം ഈ ഇൻ്റഗ്രൽ ഉണ്ട്, ഇവിടെ മൈനസ് s² + a² ടൈംസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഇങ്ങനെ എഴുതാം. ഈ ഇൻ്റഗ്രൽ ഇവിടെ എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ 1
പ്ലസ് ഇത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് തോന്നണ്ട. ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി ഇത് കൊണ്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഈ ഫംഗ്ഷൻ എഴുതാം, മൈനസ് 1/a e raised to minus st cos a t minus s by a square e raised to minus st sin a t. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/a e raised to minus st into cos a t minus s by a square e raised to minus st into sin a t. പിന്നെ ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി ഈക്വൽ ടു മൈനസ് 1/a. കോമൺ ആയിട്ടുള്ളതൊക്കെ ആദ്യം വേണമെങ്കിൽ പുറത്തെടുക്കാം നമുക്ക്. ഏതൊക്കെയാണ് ഇവിടെ എ ഉണ്ട് കോമൺ ആയിട്ട് അല്ലേ. നമുക്ക് മൈനസ് 1/a സ്ക്വയർ കോമൺ ആയിട്ട് ഞാൻ എടുക്കാൻ പോവാം. മൈനസ് 1/a സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എ ഇ റേസ് ടു മൈനസ് എസ് ടിയും കോമൺ ആണ് അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ എ സ്ക്വയർ ഞാൻ കോമൺ ഇട്ടു മൈനസ്. ബാക്കിയുള്ളത് ഇപ്പോൾ എ കോസ് എ ടി പ്ലസ് ഇവിടെ ഒരു എസ് ഉണ്ട് എസ് സൈൻ എ ടി. ഇങ്ങനെ പിന്നെ ഈ സാധനം ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ചിലതൊക്കെ ക്യാൻസൽ ആയിപ്പോകും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ ഈ എ സ്ക്വയറും ഈ എ സ്ക്വയറും കൂടെ കട്ട് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഇതെന്തായി മാറും, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തുണ്ടാവുള്ളൂ, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ടാവുള്ളൂ ഡിനോമിനേറ്ററിൽ. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to ∞ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഹെൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ഈക്വൽ ടു integral 0 to ∞ e raised to minus st into sin a t dt which is equal to 0 to ∞ ലിമിറ്റ് കൊടുക്കുക ഈ വാല്യൂന്. e raised to minus st into a cos t plus s a cos a t plus s sin a t divided by s square plus a square 0 to ∞.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഫിനിറ്റി കൊടുക്കാൻ പോവാണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity 0. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് 0 ആയിപ്പോയി. 0 മൈനസ് എസിന് 0 കൊടുക്കുകയാണ്. 0 കൊടുക്കുമ്പോൾ e raised to 0 1 ഇൻറ്റു 1/s² പ്ലസ് a² ഇൻറ്റു a cos 0 1 അല്ലേ. അപ്പോൾ a ഇൻറ്റു 1 പ്ലസ് s sin 0 0 which is equal to എന്ത് കിട്ടും? മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. കോസ് 80ൻ്റെ ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ മൈനസ് ഇവിടെ ഉണ്ട്, അടുത്തൊരു മൈനസും കൂടെ വന്നു. അപ്പോൾ നമുക്ക് പ്ലസ് ആയി, പ്ലസ് a/s² പ്ലസ് a² കിട്ടി. Laplace transform of sin 80 equal to a/s² plus a². അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. നമ്മൾ സൈൻ എക്സിൻ്റെ ഒക്കെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ, അതുപോലെ സൈൻ സ്ക്വയർ എക്സിൻ്റെ ഒക്കെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്തു? അതേ മെത്തേഡുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് കോസ് 80ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പമല്ലേ? എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ നമുക്ക് മര്യാദയ്ക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് നന്നായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? കോസ് ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കാം. സെയിം മെത്തേഡിൽ നിങ്ങളിതൊന്ന് പ്രൂവ് ചെയ്യുക. ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്നില്ല. റിസൾട്ട് 7 ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 എന്ന് പറയുന്നത് എന്താണ്? s/s² പ്ലസ് a² ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെയിം മെത്തേഡിൽ ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് ശ്രമിച്ച് നോക്കാം. നമുക്ക് ബാക്കിയുള്ളത് കോസ് h80 സൈൻ h80 എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ് സൈൻ h80 കോസ് h80. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കോസ് 80ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്ന് കണ്ടുപിടിക്കുന്നത്, പ്രൂവ് ചെയ്യുന്നത് ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ് റിസൾട്ട് കേട്ടോ. അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾ ഇപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ 7 റിസൾട്ട് പറഞ്ഞു, ഇനി ഒരു 9 റിസൾട്ട് ഉണ്ട്. അത് മെയിനായിട്ട് എല്ലാം ഇക്വേഷൻസ് എങ്കിലും ജസ്റ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിരിക്കും. ഈ റിസൾട്ട് പലയിടത്തും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.